സൂറത്തുൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് വഴി ചേർത്തണേ എന്ന് മുഹ്യിദ്ദീൻ ശൈഖിനോട് പറഞ്ഞാൽ അത് ശിർക്കാകുമോ? അത് ഒരു മുസ്ലിം മുഹ്യിദ്ദീൻ ശൈഖ് ഖാലിഖല്ല, ഒരു മുഹ്യിദ്ദീൻ ശൈഖ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല. അത് തന്നെ അതിന്റെ വിധി. അത് ശിർക്കല്ല, ശിർക്കല്ല എന്ന് തന്നെയാണ് അതിന്റെ വിധി. അത് യാതൊരു സംശയമില്ല. ثم إذا كشف عنكم إذا فريق منكم بربهم يشركون. നിങ്ങളുടെ വിളി കേട്ടുകൊണ്ട് പടച്ച തമ്പുരാൻ അവന്റെ ഔദാര്യം കൊണ്ട് അവന്റെ കാരുണ്യം കൊണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു അങ്ങെടുത്തു കളയും. എടുത്തു കളയുമ്പോൾ ഇദാ ഫരീഖുൻ മിൻകും ബിറബ്ബിഹിം യുശ്രികൂൻ. നിങ്ങളിൽ ഒരു ഗ്രൂപ്പുകാർ അല്ലാഹുവിനെതിരായി വീണ്ടും പ്രവർത്തിക്കുന്നവരായി മാറും. ബുദ്ധിമുട്ടൊക്കെ വരുമ്പോ അള്ളാഹ് വിളിക്കും കൈയും കാലും പിടിച്ച്. അള്ളാഹ് അതങ്ങോട്ട് മാറ്റിക്കൊടുക്കുമ്പോ പിന്നെയും സ്വഭാവം മാറി. പിന്നെയും നേരത്തെയും നിലവിളക്കും ഒക്കെ അള്ളാഹ്ക്കല്ല വേറെ എങ്ങോട്ടോ നമ്മളങ്ങോട്ട് കൊണ്ടുപോകും. ബുദ്ധിമുട്ട് മാറി കിട്ടിയല്ലോ. അത്യാഹിതം വരുമ്പോ അത്യാഹിതം വരുമ്പോ കാഷ്വാലിറ്റി അവിടുത്തെ മെയിൻ ഭാഗം അള്ളാഹ് നോക്കിയാൽ മതി. ബാക്കി ചെറിയ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഉള്ള ദേവീദേവന്മാരെയും അതുപോലുള്ള ജാറങ്ങളും ഒക്കെയായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞോളാം. ബുദ്ധിമുട്ട് വരുന്നു, ആക്സിഡന്റിൽ കിടന്ന് ചാവാറായി, ഇനി ഇവരെ ഒന്നും വിളിച്ചിട്ട് കാര്യമില്ല, നേരെ വിളിക്കുന്നത് അള്ളാഹുവാണ്. ആ സമയത്തെങ്കിലും നിന്റെ ആ ഒരു തൗബ മനസ്സിലാക്കി അള്ളാഹ് നാളും പുറത്ത് വന്ന് അൽഹംദുലില്ലാഹ് ആഫിയത്തോടുകൂടി ICU എന്നൊക്കെ വെളിയിൽ വന്ന് ഉഷാറായെങ്കിൽ ആദ്യം വണ്ടിയെടുത്ത് പുറപ്പെടുന്നത് വേറെ എങ്ങോട്ടോ ആയിരിക്കും. ഇപ്പൊ ദുനിയാവിൽ വെച്ച് ഒരുപാട് പേര് വരെ ഇങ്ങോട്ട് കുടിക്കോ ഇതാണ് ശരി, ഇവിടെ അനുസരിച്ചാ രക്ഷപ്പെട്ടു, ഇവിടെ അനുസരിച്ചാ സ്വർഗമായി, അവരായി മറ്റവരായി, ഇല്ല എങ്കിൽ എല്ലാം പോയി. ഇവരൊക്കെ അവസാനം വാക്കുമാറും. കേൾക്കണോ നിങ്ങൾക്ക്? ഈ പറയുന്ന ഗ്രൂപ്പുകാരെല്ലാം വാക്കുമാറും. ഈ അന്നത്തമായവനും വാക്കുമാറും. അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് പകരം കുഴപ്പമില്ല, പടച്ചവരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല, നമുക്ക് നേരിട്ടിപ്പോ അള്ളാഹുമായി ബന്ധപ്പെടാനുള്ള കപ്പാസിറ്റിയും കഴിവൊന്നും നമുക്കില്ല, അത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് മാത്രമാണ്. നമ്മളെല്ലാം അള്ളാഹുവിനെ നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിലോട്ട് തുറന്നത് പോലെയായിരിക്കും, പെട്ടെന്ന് അടിച്ച് വീശായിപ്പോവും. അതുകൊണ്ട് നമുക്ക് ആ വഴി വേണ്ട. ക്രിസ്ത്യാനികള് ജൂതന്മാര് യേശുക്രിസ്തുവിനെ ദൈവമാക്കി അംഗീകരിച്ച് അവർ നേരെ അള്ളാഹുവിലേക്ക് പോയതുപോലെ നമുക്ക് പോകാം എന്ന് നിങ്ങൾ കരുതിപ്പോയാൽ നഊദു ബില്ലാഹ് അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് കരുതി ആരെങ്കിലും അങ്ങനെ ആരാധിച്ചു പോയാൽ വല്ലാഹി സത്യം, മരിക്കാറാവുമ്പോൾ അവൻ തന്നെ അവന്റെ സ്വന്തത്തോട് പറയും ഞാൻ ചെയ്തത് അക്രമമായി പോയി. എപ്പോൾ പറയും? മലക്കൾ അവന്റെ റൂഹ് പിടിക്കാൻ വരുമ്പോൾ. ഇപ്പൊ 100 തെളിവുകൾ കൊണ്ടുവരാൻ ആൾക്കാർ കാണും, 100 പേര് സപ്പോർട്ട് ചെയ്യാനും കാണും, എല്ലാം കാണും. പക്ഷെ മരിക്കാറായി കിടക്കുമ്പോൾ കിതാബെടുത്തവനെയും കാണാനില്ല, തെളിവെടുത്തവനെയും കാണാനില്ല, മൈക്ക് കെട്ടിയവനെയും കാണാനില്ല, വാദപ്രതിവാദത്തിന് വന്നവനെയും കാണാനില്ല. ഇവനും മലക്കളും മാത്രം. قال ادخلوا في أمم قد خلت من قبلكم من الجن والإنس في النار. മുൻഗാമികൾ തുടക്കം കുറിച്ചിട്ട് പോയ ആശാമാരുണ്ടല്ലോ, മുൻഗാമികൾ ഇങ്ങനെ അങ്ങോട്ട് ചെയ്താൽ മതി, അള്ളാഹുമായിട്ടൊന്നും ബന്ധപ്പെടുന്ന കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ വന്നോളൂ എന്ന് പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഒന്ന് മാറ്റി അള്ളാഹുലേക്ക് അടിക്കുമെന്ന് പറഞ്ഞാൽ അയ്യോ മുൻഗാമികൾ ചെയ്തത് ഇങ്ങനെയാണ്, നമ്മുടെ മഹാന്മാർ ചെയ്തത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട മഹാന്മാരെ അനാവശ്യമായിട്ടൊക്കെ പറയും. പക്ഷെ അവരിലും ഒരുപാട് പേര് മഹാന്മാരെന്ന പേരിൽ ജീവിച്ചവർ കാണും. പക്ഷെ അവർ അള്ളാഹുമായി ബന്ധമില്ലാത്തവരാണ്, കേവലം പൈസായ്ക്ക് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ചവരായിരിക്കാം. അള്ളാഹു പറയുകയാണ്, ഇവനെയൊക്കെ നരകത്തിൽ തള്ളുമ്പോൾ ഇവന്റെ പിൻഗാമിയായി, അനുയായികളായി, ഗ്രൂപ്പിന്റെ സംഘാടകരായി ജീവിച്ച് വളർന്ന ഇവന്റെ റൂഹ് പിടിച്ചിട്ടും ഇവരുടെ കൂട്ടത്തിൽ ഇവനെ വലിച്ചു നരകത്തിലേക്ക് എറിയുമ്പോൾ അബൂജഹൽ തന്റെ സൈന്യവുമായി നേരെ പടയെടുത്തു കൊണ്ടുപോയി കാബയുടെ വാതിൽ തുറന്ന് കാബയ്ക്കകത്ത് കയറി കാബയുടെ കില്ല പിടിച്ചുകൊണ്ട് ദുആ ചെയ്തു. അല്ലാഹുമ്മ യാ റബ്ബ ഹാദൽ ബൈത്ത്. എങ്ങനെ വിളിച്ചേ? അല്ലാഹുമ്മ നമ്മൾ വിളിക്കുന്നത് ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മ അന്തസ്സലാം, അല്ലാഹുമ്മ റബ്ബനാ ആതിനാ, അല്ലാഹുമ്മ ജഅൽനാ ബിൽ ഈമാനി കാമിലീൻ. എന്താ വിളിച്ചത് അബൂജഹൽ? അല്ലാഹുമ്മ യാ റബ്ബ ഹാദൽ ബൈത്ത്, ഈ വീടിന്റെ ഉടമസ്ഥനായ അല്ലാഹുവേ. അല്ലാഹു അക്ബർ. അബൂജഹൽ വിളിച്ചത് ആരെയാ?
പിന്നെ എന്താ നിങ്ങൾ റളിയല്ലാഹു അൻഹു പറയാത്തത്? അബൂജഹൽ വിളിച്ചത് അള്ളാഹുവിനെ ഹദീസാണല്ലോ ഇത്. അല്ലാഹുമ്മ യാ റബ്ബ ഹാദൽ ബൈത്ത്. ആയത്ത് വേറെ വരുന്നുണ്ട്. വിളിച്ചതിന്റെ ഗുണം മനസ്സിലായത് എപ്പോഴാണെന്നുള്ളത് അത് ആയത്ത് വേറെ വരുന്നുണ്ട്. അല്ലാഹുമ്മ യാ റബ്ബ ഹാദൽ ബൈത്ത്. ഇവിടെ ഒരു ഇച്ചിരി കാര്യം മനസ്സിലാക്കിയേ പറ്റൂ. ഉസ്താദിനെ നിങ്ങൾ അറുത്ത് മുറിച്ചാലും ശരി, പറയാതിരിക്കാൻ ഒരു നിർവാഹവും ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് വന്നത് അള്ളാഹുവിനെ പരിചയപ്പെടുത്താനല്ല. റസൂലുള്ള വന്നത് അള്ളാഹുവിനെ പരിചയപ്പെടുത്താനല്ല. നമ്മൾ ഒരു പക്ഷേ പറഞ്ഞേക്കാം അള്ളാഹുവിനെ പരിചയപ്പെടുത്താനാണ് റസൂലുള്ള വന്നതെന്ന്. ഒരിക്കലുമല്ല. അബൂജഹൽ വിളിച്ചതും അള്ളാഹുവിനെ, ബദറിലിരുന്ന റസൂലുള്ള വിളിച്ചതും അള്ളാഹുവിനെ. എവിടെയാണ് പെശക് പറ്റിയത്? ക്രിസ്ത്യാനികൾ വിളിക്കുന്നതും ദൈവത്തെ, ഹിന്ദുക്കൾ വിളിക്കുന്നതും ദൈവത്തെ, മുസ്ലിങ്ങൾ വിളിക്കുന്നതും അള്ളാഹുവിനെ. പക്ഷേ നമ്മൾ ക്രിസ്ത്യാനിയുമല്ല, നമ്മൾ ഹിന്ദുക്കളുമല്ല, നമ്മൾ അബൂജഹലിന്റെ പാർട്ടിക്കാരുമല്ല. പിന്നെ നമ്മൾ മുസ്ലിങ്ങള് അബൂജഹൽ എന്ന് കേൾക്കുമ്പോൾ അനത്ത് പറയും, നമ്മുടെ സഹാബാക്കളുടെ പേര് കേൾക്കുമ്പോൾ തറവിയെത്തിയല്ലോ. എവിടെയാണ് പിഴച്ചുപോയത്? എവിടെയാ പിഴച്ചത്? ോജമാരുടെയും കറാമത്ത് പറയണ്ട, നിങ്ങൾ പറയിപ്പിക്കണ്ട, നിങ്ങൾ ഏർപ്പാട് നിങ്ങൾക്ക് നിർത്തുന്ന നല്ലത്. മനുഷ്യന്മാരെ കൊരങ്ങാക്കരുത്. ആളുകൾ ഒരു ഏർപ്പാടില്ലാത്ത ആളുകളാണ്ട് ഔലിയാപ്പാവുക, പിറ്റേന്ന് അവന് പിറുപുറു 4 ദിവസം ആണ്ട് അജ്മീർ പോവുക, 5ാമത്തെ ദിവസം താടിയും വെച്ചിട്ട് പുറു നിറഞ്ഞു വരിക. അതിന് അലിപ്പറിയോ ബാ അറിയോ ഒന്നും അറിയില്ല. ഈ ജാതി കുറച്ച് കച്ചവട ഔലിയാക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടുകെട്ടണ്ടടാ. ഇത് തമാശയല്ല പറഞ്ഞത്. ഏത് ഔലിയാണിവൻ? എവിടുത്തെ ഔലിയാണിവൻ? ഇതൊക്കെ ആലിമീങ്ങൾ നല്ല പോലെ ശക്തമായി പറയണം. ആരിതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവരെ കയ്യിൽ ഔലിയില്ല, ശർക്കരയില്ല, ഒന്നുമില്ല. ഇവർ ഔലിയല്ല, ഇവർ ശർക്കര പാപ്പയല്ല, ഇവർ ഔലിയ പാപ്പയല്ല, ഇവരൊരു പാപ്പയല്ല. ഇവരോരെ വീട്ടിലെ പാപ്പയാണ്. അവർക്ക് ഇങ്ങനെ വലിയ വലിയ വീട് കയറ്റണം, ലക്ഷക്കണക്കായ ബിസിനസ്സുകൾ നടത്തണം. അതുകൊണ്ട് എന്ത് വന്നാലും വേണ്ടില്ല എന്നിടത്താണ് ഇപ്പോൾ ഞാനുള്ളത്. എല്ലാ കൊല്ലവും ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന് ആള് കൂടണം എന്ന നിർബന്ധമൊന്നും എനിക്കില്ല. കൂടിയ ജനങ്ങളോട് സത്യം പറയണം എന്ന ഉദ്ദേശം മാത്രമേ. എല്ലാവർക്കും ഓരോ തലോടൽ കൊടുക്കുന്നതിന് മുമ്പ് ചിലപ്പോഴൊക്കെ അതിനപ്പുറം പ്രഹരം നൽകേണ്ടി വരും. വല്ലാഹി സത്യം, മരിക്കാറാവുമ്പോൾ അവൻ തന്നെ അവന്റെ സ്വന്തത്തോട് പറയും, ഞാൻ ചെയ്തത് അക്രമമായി പോയി. എപ്പോൾ പറയും? മലക്കൾ അവന്റെ റൂഹ് പിടിക്കാൻ വരുമ്പോൾ. ഇപ്പൊ 100 തെളിവുകൾ കൊണ്ടുവരാൻ ആൾക്കാർ കാണും, 100 പേര് സപ്പോർട്ട് ചെയ്യാനും കാണും, എല്ലാം കാണും. പക്ഷെ മരിക്കാറായി കിടക്കുമ്പോൾ കിതാബെടുത്തവനെയും കാണാനില്ല, തെളിവെടുത്തവനെയും കാണാനില്ല, മൈക്ക് കെട്ടിയവനെയും കാണാനില്ല, വാദപ്രതിവാദത്തിന് വന്നവനെ കാണാനില്ല. ഇവനും മലക്കളും മാത്രം.